Hi students, welcome to CCPLUS. നമ്മൾ പ്ലാൻ കിങ്ഡത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ, അതേപോലെ തന്നെ കിങ്ഡം ആനിമേലയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കിങ്ഡം ആനിമേലയുടെ ഒരു ക്യാരക്ടർ ആയിരുന്നു എബിലിറ്റി ടു ലോക്കോമോഷൻ അല്ലേ. എന്തായിരുന്നു? ചലന സ്വാതന്ത്ര്യം ഉള്ള ജീവികളാണ് ഏതിൽ വരുന്നത്? ആനിമേലിയ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിൽ വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ സെയിം ടൈം പ്ലാൻ കിങ്ഡത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ വരുന്ന പ്ലാന്റ്സിന് എന്തിനുള്ള കഴിവില്ല? ലോക്കോമോഷനുള്ള കഴിവില്ല. അപ്പോൾ എന്താണ് ഈ ലോക്കോമോഷനും അതേപോലെ തന്നെ മൂവ്മെന്റും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ ലോക്കോമോഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സഞ്ചാരം എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നമുക്ക് സ്ഥാനാന്തരണം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സഞ്ചാരം അല്ലെങ്കിൽ ലോക്കോമോഷൻ എന്ന് പറയുന്നത്. പക്ഷേ മൂവ്മെന്റ് അല്ലെങ്കിൽ ചലനം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കോ അല്ലെങ്കിൽ ബോഡി പാർട്സിനുണ്ടാവുന്ന ചെറിയൊരു വേരിയേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൂവ്മെന്റ് അല്ലെങ്കിൽ ചലനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൈകളിലെ ചലനമാകാം അല്ലെ, കൈകൾ അനക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ തലയ്ക്കുണ്ടാവുന്ന മൂവ്മെന്റ്, ഇതെല്ലാം മൂവ്മെന്റ് മാത്രമാണ്, എന്താകുന്നില്ല? ലോക്കോമോഷൻ ആവുന്നില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ സസ്യങ്ങൾ ചലിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മൂവ്മെന്റ്സ് ഇൻ പ്ലാന്റ്സ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പ്ലാന്റ്സിൽ പലതരത്തിലുള്ള മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലെ ഗാർഡനിലുള്ള ചെടികൾക്ക് നമ്മളിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ 1-2 ദിവസം വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും അത് ജീവിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എവിടെ നിന്നാണ് അവർക്ക് ആവശ്യമുള്ള ജലം ലഭിക്കുന്നത്? ഇവരുടെ വേരുകൾ വഴിയാണ് അല്ലെ. വേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എവിടെയാണോ വെള്ളം ലഭിക്കുന്നത് ആ ഭാഗത്തേക്ക് വളരുവാനുള്ള കഴിവ് ആർക്കുണ്ട്? സസ്യങ്ങളുടെ വേരുകൾക്കുണ്ട്. അങ്ങനെ ഈ സസ്യങ്ങൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ചലനമാണ് ഹൈഡ്രോട്രോപ്പിസം അല്ലെങ്കിൽ ജലട്രോപിക ചലനം എന്ന് പറയുന്നത്. എന്തായിരുന്നു? സസ്യങ്ങളുടെ വേരുകൾ ജലത്തിന്റെ നേരെ വളരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജലട്രോപിക ചലനം അല്ലെങ്കിൽ ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുന്നത്. ഈ ഒരു മൂവ്മെന്റ് മാത്രമാണോ സസ്യങ്ങളിൽ കാണുന്നത്? അല്ല. അതേപോലെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച വേറൊരു കാര്യമുണ്ട്, പോളൻ ട്യൂബ് അല്ലെങ്കിൽ പരാഗനാളിയുടെ കാര്യം അല്ലേ. എങ്ങനെയായിരുന്നു? ഈ പരാഗനാളി നേരെ എങ്ങോട്ടാണ് വളരുന്നത്? സസ്യങ്ങളിലെ പൂക്കളുടെ അണ്ഡാശയം അല്ലെങ്കിൽ ഓവറിയുടെ നേരെ എന്ത് വളരുന്നതായിട്ട് കാണാം? പോളൻ ട്യൂബ്സ് വളരുന്നതായിട്ട് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഇത്ര കൃത്യമായി തന്നെ അത് അണ്ഡാശയം നേരെ എത്തുന്നത്? അവിടെയും എന്തുണ്ട്? കെമിക്കൽസ്, രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് പരാഗനാളികൾ അല്ലെങ്കിൽ പോളൻ ട്യൂബ് നേരെ അണ്ഡാശയത്തിലേക്ക് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീമോട്രോപ്പിസം അല്ലെങ്കിൽ രാസട്രോപിക ചലനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കെമിക്കൽസ്, വാട്ടർ അല്ലെ, ജലം അല്ലെങ്കിൽ രാസവസ്തുക്കൾ, പ്രകാശം, ഇതെല്ലാം തന്നെ എന്തിന് ഉദാഹരണമാണ്? സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഉദ്ദീപനങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ സസ്യങ്ങൾക്ക് വളരാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ മൂവ്മെന്റ് നടക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ 2 കാര്യം പറഞ്ഞു, ഒന്ന് ഹൈഡ്രോട്രോപ്പിസം അല്ലെങ്കിൽ ജലട്രോപിക ചലനം, അതേപോലെ തന്നെ കീമോട്രോപ്പിസം അല്ലെങ്കിൽ രാസട്രോപിക ചലനം. ഇനി നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്? പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഫാക്ടർ ആണ് എന്തെന്ന് പറയുന്നത്? ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സസ്യങ്ങൾ എവിടെയാണോ പ്രകാശം ലഭിക്കുന്നത് അല്ലെങ്കിൽ ലൈറ്റ് എവിടെ നിന്നാണോ വരുന്നത് ആ ഭാഗത്തേക്ക് വളരുവാനുള്ള സസ്യങ്ങളുടെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോട്രോപ്പിസം അല്ലെങ്കിൽ പ്രകാശട്രോപിക ചലനം എന്ന് പറയുന്നത്. നമ്മൾ റിവർ ബാങ്ക്സ്, പുഴയുടെ സൈഡിൽ നിൽക്കുന്ന തെങ്ങുകളുടെ വളർച്ച കണ്ടിട്ടുണ്ടാവും. അവർ വളഞ്ഞാണ് വളരുന്നത്. കാരണം എന്താ? പ്രകാശം വരുന്ന ഏത് ഭാഗത്താണോ അങ്ങോട്ടായിരിക്കും അവരുടെ വളർച്ച. അപ്പൊ അത് എന്തിനു ഉദാഹരണമായിരുന്നു? പ്രകാശട്രോപിക ചലനം അല്ലെങ്കിൽ ഫോട്ടോട്രോപ്പിസം. അടുത്ത മൂവ്മെന്റ് ആണ് ജിയോട്രോപ്പിസം എന്ന് പറയുന്നത് അല്ലെ, ഭൂഗുരുത്വ ട്രോപിക ചലനം. നമ്മുടെ വീടുകളിൽ നമ്മുടെ ചെടികളെല്ലാം പോട്ടിലാക്കിയിട്ട് മുകളിൽ കെട്ടിത്തൂക്കിയിടുന്ന രീതിയിൽ വളർത്താറുണ്ട്. പക്ഷെ അങ്ങനെ വളർത്തുവാണെങ്കിലും അതിൻ്റെ വേരുകൾ നേരെ എങ്ങോട്ടാണ് വളരുന്നത്? താഴേക്കാണ് വളരുന്നത് അല്ലെ. അതായത് ഗ്രാവിറ്റി, ഭൂഗുരുത്വത്തിന് നേരെയായിട്ടാണ് അവ വളരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചലനമാണ് എന്ത്? ജിയോട്രോപ്പിസം അല്ലെങ്കിൽ ഭൂഗുരുത്വ ട്രോപിക ചലനം എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് ജലട്രോപിക ചലനം അല്ലെങ്കിൽ ഹൈഡ്രോട്രോപ്പിസം. ആ പേരിൽ തന്നെയുണ്ട്, ജലത്തിന്റെ നേരെ
സസ്യങ്ങളുടെ വേരുകൾ വളരുന്നത്. പക്ഷേ സ്റ്റെം എങ്ങോട്ടാണ് വളരുന്നത്? നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വളരുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? പോസിറ്റീവ് ആയുള്ളൊരു ചലനവും കാണാം, നെഗറ്റീവ് ആയുള്ളൊരു ചലനവും കാണാം. നമ്മൾ രണ്ടാമത് പറഞ്ഞെന്തായിരുന്നു? കീമോട്രോപ്പിസം അല്ലെങ്കിൽ രാസട്രോപിക ചലനം. അവിടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ആണ് അല്ലെങ്കിൽ രാസവസ്തുവാണ്. അതേപോലെ തന്നെ വേരുകൾ വളം അല്ലെങ്കിൽ എന്തായിരുന്നു മാനുവർ പിറ്റിന് നേരെ വളർന്നതും നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയാൻ സാധിക്കും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? പ്രകാശട്രോപിക ചലനം അല്ലെങ്കിൽ ഫോട്ടോട്രോപ്പിസം. സസ്യങ്ങളുടെ വേരുകൾ ലൈറ്റിന് നേരെയായിട്ട് വളരുന്നു. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ജിയോട്രോപ്പിസം ആണ്. ഗ്രാവിറ്റിയുടെ നേരെയായിട്ട് സസ്യങ്ങളുടെ വേരുകളാണ് വളരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇനിയും ഒരുപാട് ചലനങ്ങൾ സസ്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതേപോലെ നമുക്കിനി ഓരോ ചാപ്റ്റേഴ്സിലും ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, നമുക്ക് 9th എത്തുമ്പോഴേക്കും ഒരുപാട് സബ്ജക്റ്റിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് ബയോളജി ആയിക്കോട്ടെ, അതുപോലെ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമ്മുടെ CCPLUSന്റെ ട്യൂഷൻ ആപ്പിൽ എല്ലാ സബ്ജക്റ്റിനുമുള്ള ട്യൂഷൻസ് അവൈലബിൾ ആണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, അത് സ്റ്റേറ്റും അതേപോലെ CBSE സിലബസിലുള്ള എല്ലാ കുട്ടികൾക്കുള്ള ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സിലബസ് ബേസ്ഡ്, അതായത് നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നോട്ട്സ്, അതായത് PDF നോട്ടുകൾ അവൈലബിൾ ആണ്. എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. മാത്രമല്ല എക്സാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇനിയുള്ള സമയം, അതായത് 9th കഴിഞ്ഞ് നമ്മൾ നേരെ 10th എത്തുവാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ സ്റ്റഡീസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്ലാനിങ്ങോട് കൂടി തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് CCPLUS നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനി ട്യൂഷൻ മാത്രമല്ല, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്